ഇന്നത്തെ ഈ പരിപാടിയുടെ രണ്ടാമത്തെ സെഷൻ ആരംഭിക്കുകയാണ്. ഏറ്റവും ബഹുമാന്യനായ ശ്രീ കെ മോഹനെയും അതുപോലെ അദ്ദേഹത്തിൻ്റെ അമ്മ ശ്രീമതി തങ്കമ്മയെയും ആദരിക്കുന്നതിനുള്ള ചടങ്ങിലേക്ക് കടക്കുകയാണ്. നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് അതിഥികളായി ഇവിടെ എത്തിയിട്ടുള്ള പാല മുനിസിപ്പൽ ചെയർമാൻ ശ്രീ തോമസ് പീറ്റർ, ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രാജു ജോൺ, വെളിയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സജേഷ് ശശി, കാർഷിക കോളേജിലെ ഞങ്ങളുടെ അധ്യാപകനും ഗൈഡും ഒക്കെ ആയിരുന്ന പഴനിയാപ്പിള്ള സാറ്, കോട്ടയം പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ജോർജ്, കൂത്താട്ടുകുളം റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ശ്രീ സുരേഷ് കുമാർ ജി, അഡ്വക്കേറ്റ് ആർ ജയദേവ്, ശ്രീ എസ് യു സഞ്ജീവ് തുടങ്ങി ഇവർ ഈ വേദിയിലേക്ക് കടന്നിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ പരിപാടിയിൽ അധ്യക്ഷനായിട്ട് ശ്രീ ബൈജുവിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ശ്രീ പ്രേംജിത്ത് ലാൽ, ശ്രീ പ്രേംലാൽ, മാഗി, രവികിഷൻ, ശ്രീ കെ മോഹനൻ, അമ്മ ശ്രീമതി കെ എൻ തങ്കമ്മ എന്നിവരെ സ്നേഹാദരങ്ങളോടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. വെള്ളായണി കാർഷിക കോളേജ് ഞങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകൻ പഴനിയാപ്പിള്ള സാറ് ഈ വേദിയിലേക്ക് കടന്നിരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. യോഗ പരിപാടികൾ ആരംഭിക്കുകയാണ്. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. അടുത്തതായി ഈ പരിപാടിക്ക് സ്വാഗതം പറയുന്നതിനായി റിട്ടയർഡ് ജോയിൻറ്റ് ഡയറക്ടർ കൃഷി വകുപ്പും ഞങ്ങളുടെ സഹപാഠിയുമായ ശ്രീ ബിമൽ ഘോഷിനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട ശ്രീ ബൈജു ഞങ്ങളുടെ സഹപാഠിയാണ്. കിഴങ്ങുവർഗ ഗവേഷണ സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ്. അദ്ദേഹത്തിനെ ഞാൻ ഔപചാരികതയുടെ പേരിൽ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ ഇന്നത്തെ ഈ പരിപാടിയുടെ മുഖ്യ അതിഥി നമുക്കൊക്കെ അറിയാം, ഞങ്ങളുടെ 82 കാർഷിക കോളേജ് ബാച്ചിലെ 82-86 കാർഷിക കോളേജ് ബാച്ചിലെ ഞങ്ങളുടെ സഹപാഠിയായിട്ടുള്ള ശ്രീ മോഹനൻ, അതുപോലെ ശ്രീ മോഹൻ്റെ അമ്മ. വളരെ യാദൃശ്ചികമായിട്ടാണ് ഇങ്ങനെ ഒരു ഒത്തുകൂടലിനും മോഹൻ്റെ കുടുംബാംഗങ്ങളോടൊപ്പം അതുപോലെ അയൽക്കാരോടൊപ്പം പഴയ സഹപ്രവർത്തകരോടൊപ്പം ജനപ്രതിനിധികളോടൊപ്പം ഇവിടെ ഇരിക്കാൻ ഇടയായത്. കഴിഞ്ഞ മാസം 18-ാം തീയതി ഫേസ്ബുക്കിൽ മോഹൻ ഒരു കുറിപ്പിട്ടു. ആ കുറിപ്പിൽ അവയവദാനം കൊണ്ട് രക്ഷപ്പെട്ട 10ഓളം ആൾക്കാരുടെ കാര്യം പറയുകയും അവയവദാനത്തിൻ്റെ പ്രാധാന്യം അറിയിച്ചുകൊണ്ട് ഒരു കുറിപ്പിടുകയും ചെയ്തതിനെ തുടർന്ന് ഞങ്ങൾ സഹപാഠികൾ പരസ്പരം ആലോചിച്ച് മോഹനെ ആദരിക്കണം എന്നുള്ള ഒരു ആശയം ഉരുത്തിരിഞ്ഞ് വരികയാണുണ്ടായത്. 1988, 89, 90 കാലത്താണ് മോഹന് കിഡ്നി സംബന്ധമായ അസുഖമുണ്ടാകുകയും അത് ട്രാൻസ്പ്ലാന്റേഷനിലേക്ക് എത്തുകയും ചെയ്തു. ആദ്യ ട്രാൻസ്പ്ലാന്റേഷന് കിഡ്നി ദാനം ചെയ്തത് ഞങ്ങളൊക്കെ ഇടയ്ക്ക് അമ്മയെന്നും അതുപോലെ ചേച്ചി എന്നുമൊക്കെ വിളിക്കുന്ന തങ്കമ്മ ചേച്ചി തന്നെയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ 6 മാസം കഴിഞ്ഞപ്പോൾ ആദ്യത്തേത് റിജക്ഷനായി. വീണ്ടും ഒരുപാട് അന്വേഷണത്തിൻ്റെയും ഒക്കെ ശ്രമഫലമായിട്ടാണ് രണ്ടാമത് കിഡ്നി മാറ്റിവെക്കുകയും അദ്ദേഹം വളരെ സന്തോഷപൂർവ്വം ഇന്ന് നമ്മളോടൊക്കെ ഒപ്പം നിൽക്കുകയും ചെയ്യുന്നു. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് പറയുന്നത് 35 വർഷം മുമ്പ് വൈദ്യശാസ്ത്ര രംഗം ഇന്നത്തെ അത്രയും പുരോഗതിയൊന്നും നേടിയിരുന്നില്ല. അവയവദാനം എന്ന് പറയുന്നത് സമൂഹത്തിൽ
വളരെ അപൂർവമായി ഭാരിച്ച ചിലവേറിയ ഒരു പ്രക്രിയ എന്ന നിലയിൽ നടന്നു വന്നിരുന്ന ആ കാലത്ത് കുടുംബം അതിലേക്ക് അനുകൂലമായ ഒരു തീരുമാനമെടുക്കുകയും സ്വന്തം മകന് കിഡ്നി ദാനം ചെയ്യാമെന്ന ഉറച്ച തീരുമാനമെടുക്കുകയും ചെയ്ത മോഹൻ്റെ അമ്മ നമുക്കാർക്കും മറക്കാൻ കഴിയില്ല. ഞങ്ങൾ 1-ാം വർഷം പഠിക്കുന്ന സമയം മുതൽ ഇടയ്ക്കൊക്കെ മോഹൻ്റെ വീട്ടിൽ പോകും. എപ്പോൾ ചെന്നാലും ഭക്ഷണം കഴിക്കും. ചില ദിവസങ്ങളിൽ അവിടെ ഉറങ്ങും. പിറ്റേ ദിവസമൊക്കെ ആയിരിക്കും മടങ്ങിപ്പോരുന്നത്. അന്നൊക്കെ തന്നെ ഞങ്ങളെ വളരെ സ്നേഹപൂർവ്വം സ്വീകരിച്ചിരുന്ന അമ്മ മോഹന് കരുത്തായി നിൽക്കുകയും മോഹന് വളരെ ഊർജ്ജസ്വലമായി നമ്മളോടൊപ്പം നിൽക്കുന്നതിനും കഴിഞ്ഞു. ഇതിൽ 2 കാര്യങ്ങളുണ്ട്. 35 വർഷം മുമ്പ് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുമ്പോൾ നമുക്കറിയാം അത് വലിയ ഒരു ഇച്ഛാശക്തിയുടെ കൂടി ഭാഗമാണ്. ഇച്ഛാശക്തി എന്ന് പറയുമ്പം എനിക്ക് മുന്നോട്ട് പോകണം, എനിക്ക് മുന്നോട്ട് പോയാൽ മാത്രം പോരാ, അത് സമൂഹത്തിന് ആകെ മാതൃകയാകുന്ന രീതിയിൽ ഒരു പോരാട്ടമായി എൻ്റെ ജീവിതം മാറണം എന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ശ്രീ മോഹൻ ഇതിലേക്ക് എത്തുന്നത് എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എത്തുമ്പോൾ അതിന് ഞങ്ങളെല്ലാവരും അദ്ദേഹത്തിന് കൈത്താങ്ങ് സപ്പോർട്ടായി മാനസികമായൊക്കെ പിന്തുണ നൽകി നിന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ പിന്തുണയെയും അതുപോലെ എല്ലാവരും നാട്ടിലെ എല്ലാവരും മോഹൻ്റെ ആരോഗ്യത്തിനും വിജയകരമായിട്ട് ഈ സർജറി നടത്തുന്നതിനുമൊക്കെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്ത ഒരു കാലഘട്ടത്തിലാണ് ഇത് നടക്കുന്നത്. അത് നമുക്കാകെ അന്നും മാതൃകയാണ്, ഇന്നും മാതൃകയാണ്. നമുക്കറിയാം, ഇന്നിപ്പോൾ രാവിലെ കുറച്ച് മുമ്പേ നമ്മൾ അവയവദാനം സംബന്ധിച്ച ഒരു സെമിനാറിൽ അധിക സമയം നിന്നില്ല എങ്കിൽ പോലും നിൽക്കുമ്പം ഇതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് കണക്കുകൾ നമ്മളുടെ മുമ്പിൽ സൂചിപ്പിക്കുന്നത് വലിയ ഒരു ഗ്യാപ്പുണ്ട്. അതായത് ഇതിൻ്റെ ആവശ്യകതയും കൊടുത്താൻ തയ്യാറാകുന്നവരുടെ എണ്ണവും വിജയകരമായിട്ടിത് നടക്കുകയും കിട്ടാതെ മരിക്കുകയും ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം അത് നമ്മൾ ഒന്നുകൂടി അതിലേക്കൊന്ന് തിരിഞ്ഞു നോക്കേണ്ടതാണ്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇങ്ങനെ ഒരു സെമിനാർ ഞങ്ങളിവിടെ നടത്തിയത്. ആ സെമിനാറിൽ ഞങ്ങളുടെ ക്യാമ്പയിൻ, അതായത് 82, 86 വെള്ളായണി കാർഷിക കോളേജിലെ ബാച്ചും അതോടൊപ്പം ഞങ്ങളുടെ സീനിയേഴ്സും ജൂനിയേഴ്സും വകുപ്പിലും ഒക്കെ ഒരുമിച്ച് നിന്നിരുന്നവർ ഏറ്റെടുത്ത ഒരു ക്യാമ്പയിൻ എന്ന് പറയുന്നത് മോഹനം മനോഹരം എന്ന് തന്നെയാണ്. ആ ക്യാമ്പയിനിൽ അവയവദാനത്തെ പ്രൊമോട്ട് ചെയ്യണം, അത് പ്രൊമോട്ട് ചെയ്ത് കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് എത്തിക്കണം, അതിന് സന്നദ്ധരായിട്ടുള്ളവരുടെ സമ്മതപത്രം സ്വീകരിക്കണം. ആ ഒരു പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. അപ്പം ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതിന് ഞങ്ങൾ തയ്യാറായപ്പോൾ വളരെ സ്നേഹത്തോടെ അത് പങ്കെടുക്കാമെന്ന് വരികയും അതിന് വളരെ കൃത്യമായി തന്നെ ഇവിടെ എത്തുകയും ചെയ്ത ഞങ്ങളുടെ പ്രിയ സഹപാഠി ശ്രീ കെ മോഹനെയും അതുപോലെ ഞങ്ങളുടെ കൂടി പ്രിയപ്പെട്ട അമ്മ ശ്രീ കെ എൻ തങ്കമ്മ അവരുകളെയും ഞാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ആൾക്കാരുടെയും പേരിൽ ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ മോഹനെ പൊന്നാട ഇട്ട് മെമൻറ്റോ കൊടുത്ത് ആദരിക്കുന്നതിനായി ആദരണീയരായ പാലാ മുനിസിപ്പൽ ചെയർമാൻ ശ്രീ തോമസ് പീറ്റർ അവറുകളോട് മോഹനും അമ്മയ്ക്കും മെമൻറ്റോ കൊടുത്ത് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നതിനാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. അത് ഏറ്റുവാങ്ങുന്നതിനായി ശ്രീ മോഹനെയും മോഹൻ്റെ അമ്മയെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ്. അതുപോലെ ഇവിടെ കേന്ദ്ര കിഴങ്ങുകോശ ഗവേഷണ സ്ഥാപനത്തിൻ്റെ ഒരു മെമൻറ്റോ, ഒരു ഗിഫ്റ്റ്, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ഒരു കിറ്റ് നൽകുന്നതിനും അടുത്തതായി നമുക്കറിയാം വളരെ തിരക്കിട്ട ഒരു ദൈനംദിന ജീവിതത്തിനിടയ്ക്ക് ഞങ്ങൾ ക്ഷണിച്ചപ്പോൾ തന്നെ ഈ പരിപാടിയിൽ കൃത്യമായി പങ്കെടുത്തോളാമെന്നും ഇത് സംബന്ധിച്ച വിശദമായി ചോദിച്ചറിയുകയും അത് രേഖപ്പെടുത്തി വെക്കുകയും
കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തുകയും ചെയ്ത ആദരണീയനായ പാലാ മുനിസിപ്പൽ ചെയർമാൻ ശ്രീ തോമസ് പീറ്റർ അവർകളാണ്. അദ്ദേഹത്തെ ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. മുനിസിപ്പൽ ചെയർമാന് ഞങ്ങളുടെ സംഘാടക സമിതിയുടെ പേരിൽ ഒരു കോംപ്ലിമെൻ്റ്, ഒരു മെമൻറ്റോ നൽകുന്നുണ്ട്. അത് നൽകുന്നതിനായി അധ്യക്ഷൻ ഡോക്ടർ ബൈജുവിനെ ക്ഷണിക്കുന്നു. അടുത്തത് ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റ് ശ്രീ രാജു ജോൺ അവർകളാണ്. അദ്ദേഹവും ഇതുപോലെ തിരക്കിനിടയ്ക്ക് ഇവിടെ എത്തുകയും നമ്മളോടൊപ്പം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് കൃത്യമായി എത്തുകയും ചെയ്തു. അദ്ദേഹത്തിന് ഞാൻ നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിന് ഒരു മെമൻറ്റോ നൽകുന്നതിനായിട്ട് ശ്രീ രവികൃഷ്ണനെ ക്ഷണിക്കുന്നു. അടുത്ത ശ്രീ മോഹനൻ്റെ അയൽക്കാരനും സഹപ്രവർത്തകനും മുൻകാലത്ത് ഒരുമിച്ച് പ്രവർത്തിക്കുകയൊക്കെ ചെയ്ത ആദരണീയനായ ശ്രീ സജേഷ് ശശി അവർകളാണ്. പൊതുരംഗത്ത് വളരെ സജീവമായി നിൽക്കുന്ന, വിശേഷിച്ചും കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധേയമായ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്ന ശ്രീ സജേഷ് ശശിയെ ഞാൻ വളരെ സ്നേഹപൂർവ്വം നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിന് മൊമെൻറ്റോ നൽകുന്നതിനായിട്ട് ശ്രീ സുനിൽകുമാർ AC സുനിൽകുമാർ, ഞങ്ങളുടെ സഹപാഠി സുനിൽകുമാറിനെ ക്ഷണിക്കുന്നു. അടുത്ത ശ്രീ പഴനിയപ്പിള്ള സാറാണ്. അദ്ദേഹത്തിൻ്റെ തറവാടൊക്കെ പല കൊട്ടാരമറ്റത്താണെങ്കിൽ പോലും വർഷങ്ങളായിട്ട് തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. കാർഷിക കോളേജിലെ ഞങ്ങളുടെ ഗുരു, അധ്യാപകൻ, വാർഡൻ, അതുപോലെ ഏഷ്യാഡ് അത്ലറ്റ്, ട്രിപ്പിൾ ജമ്പിൽ വിദ്യാഭ്യാസ കാലത്തെ റെക്കോർഡ് ഹോൾഡർ, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് പറയാനുള്ളത്. ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്ക് വേണ്ടി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. മെമൻറ്റോ നൽകുന്നതിനായിട്ട് ശ്രീ പ്രേംജിത്ത് ലാലിനെ, ഞങ്ങളുടെ സഹപാഠി ശ്രീ പ്രേംജിത്ത് ലാലിനെ ക്ഷണിക്കുന്നു. ഇതോടൊപ്പം ഈ വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള കോട്ടയം പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ശ്രീ ജോസ്, ഞാനും മോഹനും ഇവിടെ കൂടിയിരിക്കുന്ന പലരും ഞങ്ങൾ സഹപ്രവർത്തകരായിരുന്നു. ശ്രീ ജോസ്, അതുപോലെ കൂത്താട്ടുകുളം റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രസിഡൻറ്റ് സുരേഷ് കുമാർജി, 38 വർഷം മുമ്പ് മോഹന് ഒരു കൈത്താങ്ങ് കൊടുക്കുന്നതിനായി ഞങ്ങളോടൊപ്പം നിന്ന, ഞങ്ങൾ അദ്ദേഹത്തോടൊപ്പം നിന്ന ഘട്ടത്തിൽ ഒക്കെ ശക്തമായിട്ട് ഇതിനൊക്കെ നേതൃത്വപരമായിട്ട് പങ്കുവഹിച്ച അഡ്വക്കേറ്റ് ജയദേവ്, ഞാൻ അദ്ദേഹത്തെ 38 വർഷം കൂടിയായിട്ട് കാണുന്നത്. അദ്ദേഹം ഇപ്പോൾ തിരുവനന്തപുരത്ത് അഡ്വക്കേറ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ ഞങ്ങളുടെ ഇതിൻ്റെ സംഘാടക സമിതിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന രവികൃഷ്ണനുണ്ട്, സജി ജോണുണ്ട്, പ്രേംജിത്തുണ്ട്, മിനി, ശ്രീമതിമാരായ രമ, മിനി, ഇവരെയൊക്കെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിന്നെ ജൂനിയേഴ്സും സീനിയേഴ്സും ഒക്കെ ഉണ്ട്. പിന്നെ ഞാൻ പറയുന്നതിനിടയ്ക്ക് വിട്ടുപോയ ഒരു കാര്യമുണ്ട്. വിട്ടുപോയതല്ല, ഞാൻ അവസാനത്തേക്ക് മാറ്റിവെച്ചതാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഈ അവയവദാനത്തിൻ്റെ ക്യാമ്പയിൻ നടക്കുന്ന സമയത്ത് നമ്മളുടെ നെറ്റ്വർക്കിലുള്ള കണക്ഷനിലുള്ള പലരുമായിട്ട് സംസാരിച്ചു. അപ്പോൾ ഒരു ദിവസം സഞ്ജീവ്, ശ്രീ SU സഞ്ജീവ്, അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം എന്ന് പറയുന്നത് പ്രത്യേകം എടുത്തു പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. 88, 89 കാലത്തെ വെള്ളായണി കാർഷിക കോളേജിലെ യൂണിയൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു, പ്രസിഡൻ്റായിരുന്നു. പക്ഷേ ഒരു ആവശ്യം വന്നപ്പോൾ, അതായത് ഇങ്ങനെ ഒരു കൂട്ടായ്മ രൂപപ്പെടുത്തുന്നതിന് വളരെ നിർണായകമായ ഒരു പിന്തുണ നൽകിയ ഒരു വ്യക്തി എന്ന നിലയിലാണ് അദ്ദേഹത്തെ ഞങ്ങൾ ഈ വേദിയിലേക്ക് ക്ഷണിച്ചത്. അതുമാത്രമല്ല, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തോട് ചോദിച്ചപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ ശരീരം തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് കൊടുക്കാൻ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ക്യാമ്പയിനുമായിട്ട് ക്ലാഷ് ആകുമോ എന്നെനിക്കൊരു സംശയമുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം അതിനെക്കുറിച്ച് ആലോചിച്ച് തീരുമാനം എടുക്കാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്രയും വളരെ വിശാല ഹൃദയനായിട്ടുള്ള ശ്രീ സഞ്ജീവിനെ ഞാൻ പ്രത്യേകം പരാമർശിക്കുന്നു. അദ്ദേഹത്തിനെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു.
പിന്നെ ഞങ്ങളുടെയൊക്കെ മോഹൻ്റെയും എൻ്റെയും ഞങ്ങളുടെ ബാച്ചിലുള്ളവരുടെയും സീനിയർ ആയിട്ട് പഠിച്ചവർ, ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്തവർ, സഹപ്രവർത്തകരായിട്ടുള്ള മറ്റ് സ്ഥാപനങ്ങളിലിത്, അതുപോലെ കോഴ ഫാമിലെ മോഹൻ്റെ മുൻകാല സഹപ്രവർത്തകർ, സഫലം, അത് ഈ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ, അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി, അംഗങ്ങൾ, പിന്നെ ആരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ബോധപൂർവമല്ല. എല്ലാവരെയും ഞാൻ ഈ ഒരു ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം കോഴ ഫാമിലെ തൊഴിലാളികളുടെ പ്രതിനിധി എന്ന നിലയിൽ ശ്രീ മുരളി സ്റ്റേജിലേക്ക് എത്തണമെന്നും തൊഴിലാളികളുടെ ഒരു ഉപഹാരം ശ്രീ മോഹനും ശ്രീമതി തങ്കമ്മ അവർകൾക്കും നൽകുന്നതിനായിട്ട് ക്ഷണിക്കുകയും കൂടി ചെയ്യുക. അപ്പം നന്ദി പ്രിയ സഹപ്രവർത്തകരെ. ഞാൻ ഇത്തിരി സമയം കൂടുതലെടുത്തു, ക്ഷമിക്കുക. ചുരുങ്ങി നമുക്കൊരു 4:45 ഇത് അവസാനിപ്പിക്കുക എന്നുള്ള ഒരു ദൗത്യം കൂടിയുണ്ട്. കാരണം തിരുവനന്തപുരത്തു നിന്നും കോഴിക്കോട് നിന്നും കാസർഗോഡ് നിന്നുമൊക്കെ ഞങ്ങളുടെ സുഹൃത്തുക്കളും സഹപാഠികളും ഒക്കെ എത്തിയിട്ടുണ്ട്. അതുപോലെ തിരക്കുള്ള വിശിഷ്ടാതിഥികളാണ് വേദിയിലിരിക്കുന്നത്. അതുകൂടി കണക്കാക്കിക്കൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, എൻ്റെ വാക്ക് ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ഉപക്രമ പ്രസംഗമാണ്. ഏറ്റവും ആദരണീയനായ ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർമാൻ പാല ശ്രീ തോമസ് പീറ്റർ അവർ, വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട ജനപ്രതിനിധികളെ, ഞങ്ങളുടെ ഇന്നത്തെ CTCRAയുടെ ക്ഷമിക്കണം 82 ബാച്ചിലെ CTCR എന്നായിപ്പോയി ബാച്ചിലെ ഞങ്ങളുടെ പ്രിയ സുഹൃത്തായ മോഹൻ്റെ അമ്മ, ഞങ്ങളുടെ അധ്യാപകൻ, ഞങ്ങൾ 83 ജനുവരി 1 മുതൽ ഞങ്ങളെ ഫിസിക്കൽ എഡ്യൂക്കേഷനൊക്കെ വളരെ പഠിപ്പിച്ച് കൃഷി ബിരുദത്തിന് ഏറ്റവും വേണ്ട യോഗ്യതയായ ആരോഗ്യവാനും ആരോഗ്യവേദികളുമാക്കി മാറ്റിയ പളനിയാപിള്ള സാറ്, ബഹുമാനപ്പെട്ട PAO, വേദിയിലിരിക്കുന്ന എല്ലാവർക്കും വളരെ ചുരുക്കി ഞാൻ എൻ്റെ സ്വാഗതം. ശ്രീ ബിമൽ ഘോഷ് വളരെ വിശദമായി ഈ ഒരു പരിപാടിയുടെ ഉദ്ദേശവും അതിൻ്റെ ലക്ഷ്യങ്ങളുമൊക്കെ നന്നായിട്ട് പറയുകയുണ്ടായി. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. ഈ 1983 ജനുവരി 10 വെള്ളായണി കാർഷിക കോളേജിൽ ഞങ്ങളുടെ ബാച്ച് 82 അഡ്മിഷനുള്ള ബാച്ച് അവിടെ കാലുകുത്തുന്നത്. അന്ന് ഞങ്ങളൊക്കെ വളരെ 17-18 വയസ്സൊക്കെ എത്തുന്നതിന് കൊണ്ടുള്ള കുഞ്ഞുങ്ങളായിരുന്നു. നമ്മുടെ സംസ്ഥാനത്ത് ആദ്യമായിട്ട് എൻട്രൻസിന് അഗ്രികൾച്ചറിന്, ശരിയാണെന്ന് എനിക്ക് തോന്നുന്നത്, അതിന് മുമ്പത്തെ വർഷം മെഡിസിൻ തുടങ്ങി, അഗ്രികൾച്ചർ സയൻസിന് എൻട്രൻസ്, കേരളത്തിൽ എൻട്രൻസ് ഏർപ്പെടുത്തി തുടങ്ങിയ ആദ്യത്തെ ബാച്ചായിരുന്നു ഞങ്ങളുടെ ബാച്ച്. ഒരു വളരെ വ്യത്യസ്തമായി ഇന്ന് ആ ബാച്ചിലെ പഠിച്ച ആൾക്കാർ നമ്മുടെ രാജ്യത്തിന് പുറത്തും പല മേഖലകളിലും വളരെ ഔന്നത്യത്തിലെത്തിയിട്ടുണ്ട്. നമ്മുടെ കേരള കൃഷി വകുപ്പിൽ അഡീഷണൽ ഡയറക്ടർമാർ മുതൽ താഴോട്ട് ഡെപ്യൂട്ടി ഡയറക്ടർമാർ, ഒരു നിര ആൾക്കാർ തന്നെ ഞങ്ങളുടെ ബാച്ചിന് നമ്മുടെ സംസ്ഥാനത്തെ സേവിച്ചിട്ടുണ്ട്. അതുപോലെ കാർഷിക യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങൾക്ക് പ്രൊഫസർ ഓഫ് HODമാരൊക്കെ ആയിട്ടുള്ള ഡോക്ടർ മിനിയെ പോലെയൊക്കെയുള്ള പലരും ഞങ്ങളുടെ ബാച്ചിൽ നിന്നുണ്ട്. അതുപോലെ കേന്ദ്ര ഗവൺമെൻറ് കീഴിലുള്ള ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചിൻ്റെ കീഴിൽ ശാസ്ത്രജ്ഞന്മാരായി ഡോക്ടർ സുജ, ഡോക്ടർ സൂസൻ, ഡോക്ടർ ഹാരിസ്, കലാവതി, അങ്ങനെ പലരും. പിന്നെ ബാങ്കിങ് മേഖലയിൽ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ഔന്നത്യ നിലയിലെത്തിയിട്ടുള്ള ജനറൽ മാനേജർ സ്ഥാനത്തൊക്കെ എത്തിയിട്ടുള്ള ഡോക്ടർ ശ്രീ രവികൃഷ്ണൻ, ശ്രീ പ്രേംകുമാർ, ഇൻഷുറൻസ് രംഗത്ത് വളരെ വ്യത്യസ്തമായി വലിയ അതിൻ്റെ ടോപ്പ് ലെവലിലൊക്കെ എത്തിയിട്ടുള്ള ആൾക്കാരുണ്ട്. ശ്രീ വിശ്വകുമാർ, മാനേജ്മെൻറ്റ് വിദഗ്ധർ രാജ്യത്തിന് പുറത്ത് US വരെയുണ്ട്, ശ്രീകുമാർ CT പോലെയുള്ള മാനേജ്മെൻറ്റ് വിദഗ്ധർ. അതുപോലെ ഇൻ്റർനാഷണൽ ഫെർട്ടിലൈസർ കമ്പനികളുടെ യാര ഇൻ്റർനാഷണൽ എന്നൊക്കെ പറയുന്ന വളരെ ലോകത്ത് തന്നെ ഏറ്റവും വലിയ ഫെർട്ടിലൈസർ കമ്പനിയാണ്. അതിൻ്റെ വൈസ് പ്രസിഡൻറ്റും ഒക്കെ ആയിരുന്നിട്ടുള്ള ഡോക്ടർ മുരളി, ചിലരൊക്കെ ഓർത്ത് പോകുന്നതാണ്. സ്പോർട്സ് മേഖലയിൽ നമ്മുടെ വേദിയിരിക്കുന്ന ശ്രീ പ്രേംജിത്ത്, അദ്ദേഹം അടുത്ത ഒരു വലിയ സ്പോർട്സ് രംഗത്തെ ഒരു മാനേജ്മെൻറ്റ് വിദഗ്ധനായിരുന്നു. എയർപോർട്ട് അതോറിറ്റിയിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഭൂട്ടാനിൽ ഞങ്ങളുടെ ക്ലാസ്മേറ്റ്സ് ഉണ്ടായിരുന്നു. ലക്ഷദ്വീപിൽ ഞങ്ങളുടെ ക്ലാസ്മേറ്റ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കഴിഞ്ഞ ഒരു 10-30 വർഷമായി നമ്മളുടെ സംസ്ഥാനത്തിന് പുറത്തും നമ്മുടെ രാജ്യത്തിന് പുറത്തും ജനസേവനത്തിൻ്റെ വിവിധ മേഖലകളിൽ
വളരെ സ്തുത്യർഹമായ പ്രവർത്തനങ്ങളാണ് ഈ ഒരു ബാച്ച് ചെയ്തിട്ടുള്ളതെന്ന് ഞാൻ വളരെ അഭിമാനത്തോടുകൂടി, ആ ബാച്ചിലെ ഒരു അംഗം എന്നുള്ള നിലയിൽ വളരെ അഭിമാനത്തോടുകൂടിയാണ് ഞാൻ ഈ ഒരു വേദിയിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ ആ ഒരു സമയത്ത് പോസ്റ്റ് റിട്ടയർമെൻറ്റ് ഈ മിക്കവാറും പേരൊക്കെ ഒരു 4-5 പേര്, ഞങ്ങളുടെയൊക്കെ റിട്ടയർമെൻറ്റ് ഒരു 62 ആയതുകൊണ്ടാണ് ഇപ്പോഴും സർവീസ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഒരു 60 വയസ്സ് വരെയുള്ള മിക്കവാറും ബാക്കി എല്ലാവരും തന്നെ ഏകദേശമൊക്കെ ഒരു റിട്ടയർഡ് ലൈഫിലാണ്. പക്ഷേ അതിന് ശേഷം എൻ്റെ ഒരു ഫീലിംഗ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സുഹൃത്തുക്കൾ വളരെ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഒരു പ്രായം, ഞങ്ങളൊക്കെ സീനിയർ സിറ്റിസൺസായി എല്ലാവരും തന്നെ സീനിയർ സിറ്റിസൺസാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പം വളരെ വ്യത്യസ്തമായ ചില കാര്യങ്ങളിലാണ് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ ഈ ഒരു ബാച്ച് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വെറുതെ ഗെറ്റ് ടുഗദർ അല്ല ഞങ്ങളുടെ ബാച്ചിൽ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും വളരെ വ്യത്യസ്തമായ പല കാര്യങ്ങളും ഞാൻ ഒന്നും ഇപ്പോൾ എടുത്തു പറയാനോട് ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളുടെ ഗ്രൂപ്പിൽ വരികയും സമൂഹത്തിൽ പല പ്രശ്നങ്ങൾക്കും ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സംഭാവനകളും സഹായങ്ങളും ഒക്കെ ചെയ്യുന്നതിന് മുന്നിട്ടിറങ്ങുന്നതിൽ വളരെ മുഖ്യനാണ് ശ്രീ ബിമൽ ഘോഷും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള പലരും. മോഹനും ഞാൻ എല്ലാ പേരെടുത്ത് പറയുന്നില്ല, പ്രേംലാലായാലും മറ്റേ ഇവിടെ ഇരിക്കുന്ന ഞാൻ കാണുന്നവരെയൊക്കെ പറയുന്നവർ വിട്ടുപോയെന്നാലും വിചാരിക്കൽ, സുനിൽകുമാർ, അജിത് പി, അങ്ങനെ ഒരു നല്ല കുറേ നല്ല ചിന്താഗതിയുള്ള നമ്മുടെ SHMൻ്റെ ഇപ്പോഴത്തെ ഡയറക്ടറുണ്ട് സിജി ജോൺ, അങ്ങനെ പലരും പല കാര്യങ്ങളിലും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും എനിക്ക് വളരെ ഹൃദയത്തിൽ തൊട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇന്നിവിടെ നടത്താൻ ഈ ഒരു ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഒരു പ്രാഥമിക ചർച്ച വരികയും എന്ത് വേണമെന്നൊക്കെ ചോദിക്കുകയും അത് രൂപപ്പെട്ട് നല്ലൊരു പരിപാടി ഇത്രയും ഫുൾ ഈ ഒരു ഹാളിൽ ഈ ഒരു പരിപാടിക്ക് ആൾക്കാരൊക്കെ വരുമെന്ന് തന്നെ എനിക്ക് തന്നെ ചെറിയൊരു സന്ദേഹം പോലും ഉണ്ടായിരുന്നു. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇത്രയും ആൾക്കാർ വന്നതിൻ്റെ ആ ഒരു നമ്മുടെ ഒരു മനുഷ്യകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഒരു ഉദാഹരണമായിട്ടാണ് അതിനെ കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷനെ പറ്റി നമ്മൾ ക്ലാസ്സുകളൊക്കെ എടുത്തു കഴിഞ്ഞു. അതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ ഒരു മറ്റേതൊരു സാമൂഹ്യ പ്രവർത്തനത്തിനേക്കാൾ വ്യത്യസ്തമായി ഒരു മനുഷ്യൻ്റെ മനസ്സിലുണ്ടാകുന്ന കരുണ മറ്റൊരുത്തിൻ്റെ ശ്വാസമായി മാറുന്ന ഒരു സംഭവമാണ് ഈ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് 88-ലൊക്കെ ഞങ്ങളെല്ലാം വളരെ വിഷമിപ്പിച്ച ഒരു കാര്യമായിരുന്നു ശ്രീ മോഹൻ്റെ ആ ഒരു അസുഖമൊക്കെ വളരെ വിഷമിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളെല്ലാം ഹോസ്പിറ്റലിലൊക്കെ പോവുകയും വളരെ വറീഡായിട്ടൊക്കെ ഇരുന്ന ഒരു സമയത്ത് നിന്ന് മോഹനൻ അതിജീവിച്ച് വന്ന ഈ 35, 36, 37 വർഷം എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ സമൂഹത്തിനൊരു എന്താണ് പറയേണ്ടത്, നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. മോഹൻ്റെ വിൽ പവറും മോഹൻ്റെ മോഹനെ താങ്ങി നിർത്തുന്നതെല്ലാം കണ്ട് നമ്മൾ തീർച്ചയായിട്ടും ഈ ഒരു ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷനും അതിന് വേണ്ടിയുള്ള കാര്യങ്ങളിൽ നമുക്ക് ചെയ്യാവുന്ന രീതിയിൽ സംഭാവനകൾ ചെയ്യണമെന്നുമാണ് എനിക്ക് ഈ ഒരു ആമുഖ പ്രസംഗത്തിൽ പ്രധാനമായിട്ട് പറയാനുള്ളത്. പിന്നെ നമ്മുടെ ക്ലാസ് എടുത്തവരും പറയുകയുണ്ടായി, നമ്മളും ഉണ്ടാക്കുന്നുണ്ട് പല പ്രശ്നങ്ങളൊക്കെ, കിഡ്നി പ്രശ്നങ്ങളൊക്കെ ആയാലും നമ്മൾ രോഗത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തെ നമ്മൾ ആരോഗ്യമായി നിലനിർത്താൻ നമുക്ക് സാധിക്കാത്തതുകൊണ്ട് അതുകൊണ്ട് അവസാനമായി ഞാൻ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രത്തിൽ നിന്നായതുകൊണ്ട് ഇവിടെ മധുരക്കിഴങ്ങ് എന്ന് പറയുന്ന ഇതിൻ്റെ വള്ളി കൂടി ഇവിടെ വെച്ചിട്ടുണ്ട്. മധുരക്കിഴങ്ങ് എന്ന് പറയുന്നത് വളരെ ഒരു സൂപ്പർ ഫുഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പഴയകാലത്തെ മധുരക്കിഴങ്ങല്ല ഇന്നത്തെ മധുരക്കിഴങ്ങ്. ഈ ഇരിക്കുന്ന മധുരക്കിഴങ്ങിൻ്റെ വള്ളി ഞങ്ങളിതുവരെ റിലീസ് ചെയ്തിട്ടില്ല, റിലീസ് ചെയ്യാൻ പോകുന്ന ഒരു മധുരക്കിഴങ്ങാണ്. പക്ഷേ ഓറഞ്ച് നിറമാണ്, അതിൻ്റെ നമ്മുടെ ക്യാരറ്റ് പോലെ ഇരിക്കും. അത്തരമുള്ള പോഷകാംശങ്ങളുടെ കലവറയാണ്. അതിൻ്റെ ഒരു 2000 വള്ളി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, എൻ്റെ കാർ ഇരിപ്പുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ രവികൃഷ്ണനുമായിട്ട് ഇങ്ങോട്ട് യാത്ര വരുമ്പോൾ രവിയും പറഞ്ഞു, എനിക്കറിയാവുന്ന ഒരു കാര്യമായിരുന്നു, 100 വർഷമൊക്കെ ജീവിച്ചിരിക്കുന്ന ചില കൊച്ചു ഗ്രാമങ്ങളുണ്ട് ജപ്പാനിലും മറ്റു പലയിടത്തും. അപ്പോൾ അവിടത്തേക്ക് പഠനം നടത്തിയപ്പോൾ അവരുടെ ഒരു പ്രധാന ഭക്ഷണം മധുരക്കിഴങ്ങാണ്. അവരുടെ ഒരു പ്രധാന ഭക്ഷണം മധുരക്കിഴങ്ങാണ്. അപ്പോൾ മധുരക്കിഴങ്ങിന് വളരെ പ്രാധാന്യമുള്ളതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു 10 വള്ളി വീതം ഇവിടെ വന്നിട്ട് എല്ലാവർക്കും മിക്കവാറും കിട്ടാൻ സാധ്യതയുണ്ട്. ഒരു 10 വള്ളി വീതം എടുത്ത് ഈ മധുരക്കിഴങ്ങിൻ്റെ നമ്മുടെ മനുഷ്യനിൽ നമ്മുടെ ആരോഗ്യം നിലനിർത്തുന്നതിൻ്റെ ഒരു പ്രാധാന്യം ഊന്നി പറയുന്നതിനായി അതും കൂടി എല്ലാവരും സ്വീകരിച്ച് ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ വന്നതിന് ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ ആശംസ അർപ്പിക്കുന്നു. അടുത്തതായി പരിചയപ്പെടുത്തലിനായി ശ്രീ പ്രേംലാലിനെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരെ, സമയം അല്പം അതിക്രമിച്ചിട്ടുണ്ട്. അത് പാലിക്കുന്നതിന് വേണ്ടി ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കാതെ എനിക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ചുരുക്കാം. ഞാൻ ശ്രീ മോഹനെ കാണുന്നത് 1982 ഒക്ടോബർ മാസത്തിൽ നമ്മുടെ തൃശ്ശൂർ വെള്ളാണിക്കര അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ഹെഡ് ക്വാർട്ടറിൽ വെച്ചാണ്. മണ്ണുത്തി എന്ന് എല്ലാവർക്കും അറിയാം, പക്ഷേ വെള്ളാണിക്കര അങ്ങനെ അധികം പേർക്ക് അറിയുന്നതല്ല. അപ്പോൾ അവിടെ നമ്മുടെ അഡ്മിഷൻ നടക്കുന്ന സമയമായിരുന്നു. നേരത്തെ ബൈജു പറഞ്ഞതുപോലെ കേരളത്തിലെ ആദ്യത്തെ എൻട്രൻസ് പരീക്ഷ കഴിഞ്ഞ് എൻട്രൻസ് വഴി അഡ്മിഷൻ കിട്ടിയ ആളുകളുടെ
നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്ന ഒരു പ്രക്രിയ അവിടെ നടക്കുമ്പോഴാണ് മോഹനെ ആദ്യമായി കാണുന്നത്. എന്നെ മോഹനിലേക്ക് ആകർഷിച്ച ഒരു കാര്യം, എൻ്റെ സ്ഥലം കൊല്ലമാണ്. കൊല്ലം SN കോളേജിലാണ് ഞാൻ ഡിഗ്രി പഠിച്ചത്. ഞാൻ ഡിഗ്രി പഠിച്ച കോളേജിൽ മോഹനൻ MSc അഡ്മിഷൻ വാങ്ങി. അതിന് പോകണോ അഗ്രികൾച്ചറിന് പോകണോ എന്ന ഒരു ആശങ്ക അവിടെ വെച്ച് ഞങ്ങൾ തമ്മിൽ ചർച്ച ചെയ്യുകയാണ്. ഞങ്ങൾ അന്ന് പരിചയപ്പെട്ടതേ ഉള്ളൂ. എനിക്ക് കൊല്ലം SN കോളേജിൽ MScക്ക് അഡ്മിഷൻ കിട്ടണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷേ എൻ്റെ പെർഫോമൻസ് മോശമായതുകൊണ്ട് എനിക്ക് കിട്ടത്തില്ല എന്ന് ഏതാണ്ട് ഉറപ്പിച്ച സമയത്താണ് മോഹൻ അത് കിട്ടിയെന്ന് എനിക്ക് മനസ്സിലായതും മോഹനൻ അഗ്രികൾച്ചറിന് വരണോ അതിന് പോകണോ എന്നിങ്ങനെ സംശയിക്കുകയും ചെയ്തു. പക്ഷേ ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ച് പരിചയപ്പെട്ടു. കൊല്ലം SN കോളേജിൽ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞു വന്ന്. എന്നിട്ടാണ് പിന്നെ അത് ഉപേക്ഷിച്ചിട്ടാണ് ഇതിന് വന്നത്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, മിടുക്കനായ ഒരു ആളല്ലേ, എന്നിട്ട് ഞങ്ങളുടെ നാട്ടിൽ വന്ന് ഞാൻ പഠിച്ച കോളേജിൽ വന്ന് ഇയാൾ പഠിക്കാനൊക്കെ വന്നപ്പോൾ എനിക്ക് അങ്ങനെ ഒരു അട്രാക്ഷൻ അദ്ദേഹത്തോട് തോന്നുകയും ഞാൻ മോഹനുമായിട്ട് കൂടുതൽ സൗഹൃദം സ്ഥാപിക്കുകയും ചെയ്തു. പിന്നീട് നമ്മൾ 87 വരെ ഈ പറഞ്ഞ പോലെ ക്യാമ്പസിനകത്ത് പിന്നെ റെസിഡൻഷ്യൽ ക്യാമ്പസാണ്, എല്ലാവരും അവിടെ താമസിക്കുകയാണ്. തൊട്ടടുത്ത് വീടൊക്കെ ഉള്ളവർ വന്ന് പോയൊക്കെ വരുമെങ്കിലും മിക്കവാറും എല്ലാവരും അവിടെ തന്നെ എപ്പോഴും ഉണ്ടാകും. അങ്ങനെ 4-4.5 വർഷക്കാലം നിരന്തരം ഒരു ക്യാമ്പസിൽ സഹവർത്തിത്വത്തിൽ സൗഹൃദത്തിൽ അത് കഴിഞ്ഞാണ് നമ്മൾ ജോലിക്ക് പോകുന്നത്. അന്ന് കൃഷി വകുപ്പിൻ്റെ പുനഃസംഘടന നടക്കുന്ന സമയമാണ്. VV രാഘവൻ എന്ന ഒരു മന്ത്രി അന്ന് കൃഷി വകുപ്പിനെ പുനഃസംഘടിപ്പിക്കുന്ന ഘട്ടത്തിലാണ് എല്ലാ പഞ്ചായത്തിലും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെല്ലാം തന്നെ കൃഷിഭവനുകൾ ആരംഭിക്കുകയും അവിടെയെല്ലാം ഓരോ കൃഷി ഓഫീസർമാരെ അഗ്രികൾച്ചർ ഡിഗ്രി ഉള്ളവരെ പോസ്റ്റ് ചെയ്യുന്ന ഒരു പ്രക്രിയ വരികയും ചെയ്തു. ആ സമയത്ത് ഞങ്ങൾക്ക് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി ഞങ്ങളെല്ലാം ഞങ്ങളുടെ ബാച്ചിലുള്ള മുഴുവൻ ആൾക്കാരെയും കൃഷി വകുപ്പിലേക്ക് താൽക്കാലിക നിയമനമാണ്. അങ്ങനെ ഞാനും മോഹനും വീണ്ടും നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങളെങ്ങനെയോ ഒരു ജില്ലയിൽ, മലപ്പുറം ജില്ലയിൽ തന്നെ വന്നെത്തി. മോഹനൻ അവിടെ ഞാൻ മഞ്ചേരിക്കടുത്ത് അന്നത്തെ അവിടുത്തെ NGO യൂണിയൻകാരുടെ ഒരു സംഗീതത്തിൽ എനിക്ക് താമസിക്കാൻ സ്ഥലം തന്നുകൊണ്ട് ഞാൻ അവിടെ കൂടി ചെറിയ ചിലവിൽ താമസിക്കാമെന്നുള്ളതുകൊണ്ട് മോഹനും വേറെ ചില സുഹൃത്തുക്കളുമൊക്കെ കൂടി കുറച്ചുകൂടെ ദൂരെ 10-30 കിലോമീറ്റർ ദൂരെ വേങ്ങര എന്ന സ്ഥലത്ത് താമസമായി. അപ്പോഴൊക്കെ തന്നെ മോഹനൻ വളരെ ആക്റ്റീവായിട്ട് കായികമായ നല്ല ശേഷിയുള്ള എല്ലാ കളികളും കളിക്കുന്ന, പാട്ട് പാടുകയും കലയും സാഹിത്യവും എല്ലാം ആസ്വദിക്കുന്ന ഒരു സർവ്വ വ്യാപിയായ ഒരു മനുഷ്യനായി വളരെ ആക്റ്റീവായി നടക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു മഞ്ചേരിയിൽ വെച്ച് നടന്നൊരു ഔദ്യോഗിക ഞങ്ങളുടെ ഒരു പ്രതിമാസ വിലയിരുത്തൽ യോഗത്തിൽ വന്ന മോഹൻ ഉച്ചയ്ക്ക് ഞാൻ വിളിക്കുമ്പോൾ അദ്ദേഹം ഉണ്ണാൻ വരുന്നില്ല. അത് എന്താണെന്ന് ചോദിച്ചാൽ 2-3 ദിവസമായിട്ട് എനിക്ക് ഭക്ഷണം കഴിക്കാൻ അത്ര താല്പര്യമില്ല, എനിക്കൊരു ചെറിയൊരു മനം മറിപ്പും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വെറുതെ തമാശയ്ക്ക് പറഞ്ഞു അതൊക്കെ ചുമ്മാ തോന്നുന്ന എളുപ്പ എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ രണ്ടുകൂടെ പോയി ഒരു വെജിറ്റേറിയൻ തൈരൊക്കെ കൂട്ടി ഊണൊക്കെ കഴിച്ചു. എന്തായാലും ഛർദ്ദിച്ചതൊന്നുമില്ല. ഞങ്ങൾ വൈകിട്ട് സന്തോഷമായിട്ട് പിരിയുകയും ചെയ്തു. പിന്നെ ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ രോഗം വളരെ മൂർച്ഛിച്ചെന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പരിശോധിച്ചപ്പോൾ ഈ വൃക്കകൾ തകരാറിലാണെന്നും ഒക്കെ അറിയുന്നത്. അതുവരെ നമ്മൾ അതിൻ്റെ സിംറ്റംസ് ഒന്നും തന്നെ ഇല്ല. കാലിൽ നീരോ മുഖത്ത് നീരോ ഇങ്ങനെയൊക്കെ ഒത്തിരി ലക്ഷണങ്ങളുണ്ട് പറയുന്നുണ്ടല്ലോ, അതൊന്നും കണ്ടിട്ടേ ഇല്ല. അത് തലേന്നും ഷട്ടിൽ കളിക്കുകയും എല്ലാം ചെയ്ത ഒരാളാണ്. അപ്പോൾ വളരെ പെട്ടെന്നാണ് ആ സംഭവം. അപ്പോൾ ഒരു വലിയ ഒരു ആഘാതം പെട്ടെന്ന് സംഭവിച്ചു. അപ്പോൾ നമുക്ക് തന്നെ അത് വലിയ ആഘാതമാണ്. അപ്പോൾ ആ കുടുംബത്തിലേക്ക് ഞാൻ മോഹനെ കുടുംബത്തിൽ പശ്ചാത്തലം ഒന്ന് പരിചയപ്പെടുത്താം. സാധാരണ ഒരു കുടുംബം, സാമ്പത്തിക ശേഷി കാര്യമായിട്ടൊന്നും ഇല്ലാത്ത ഒരു കർഷക കുടുംബം, ഗ്രാമീണ കർഷക കുടുംബം. അച്ഛനാണെങ്കിൽ പിന്നെ ചെത്തു തൊഴിലാളിയായിരുന്നു. അദ്ദേഹം എല്ലാ നിത്യവും ചെയ്യുന്ന ഒരു കൂലിപ്പണി പോലെയുള്ള ഒരു തൊഴിലാണല്ലോ അത്, ഒരു സ്കിൽഡ് വർക്കാണ്. പക്ഷേ അങ്ങനെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന, അപ്പോൾ അമ്മയും കുറേ ജോലിക്കൊക്കെ പോകും. അങ്ങനെ പാടുപെട്ട് ജീവിക്കുന്ന ഒരു കുടുംബമാണ്. ആ കുടുംബത്തിൽ നിന്ന് ഒരാൾ തൻ്റെ മികച്ച പെർഫോമൻസിലൂടെ ഒരു നല്ല നിലയിലെത്തുകയും എല്ലാവരും ആ കുടുംബത്തിലുള്ള എല്ലാവരും വളരെ പ്രതീക്ഷയോടെയാണ് നിൽക്കുന്നത്. കാര്യം ആ കുടുംബത്തിലെ ഏറ്റവും മൂത്ത മകനാണ്. അദ്ദേഹം നല്ല നിലയിലെത്തുമ്പോൾ ആ കുടുംബം നല്ല നിലയിലേക്ക് എത്താൻ ഒരു കൈപിടിച്ച് ബാക്കിയുള്ളവരെ കൂടെ ഉയർത്താനുള്ള ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ള വലിയ പ്രതീക്ഷ നിൽക്കുന്ന സമയത്താണ് ഈ ഒരു വിഷമം ഉണ്ടാകുന്നത്. അപ്പോൾ ആകെ
തകർന്ന ഒരവസ്ഥയിലേക്ക് അവർ ആ കുടുംബം എത്തി എന്നാണ് എനിക്ക് അന്ന് തോന്നിയത്. ശ്രീ കരുണാകരൻ MK എന്നാണ് മോഹൻ്റെ അച്ഛൻ്റെ പേര്. അമ്മയെപ്പറ്റി ഇവിടെ പറഞ്ഞു ശ്രീമതി തങ്കമ്മ KN എന്നാണ്. ഇവരെ ഇനിഷ്യലി എടുത്താണ് അവിടെ നമ്മൾ നാട്ടിൽ ചെന്നാൽ പറയുക. കൂത്താട്ടുകുളം എന്ന പ്രദേശം തന്നെ മോഹൻ വഴിയാണ് നമ്മൾ അറിയുന്നത് തന്നെ. അപ്പോൾ ആ പ്രദേശത്തെ ഇങ്ങനെ വളരെ സാധാരണമായൊരു കുടുംബത്തിൽ നിന്ന് ഉയർന്നു വന്ന ഒരു വ്യക്തി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ, രണ്ട് സഹോദരന്മാർ എല്ലാവരും ഒരുപക്ഷെ ഇദ്ദേഹത്തിൻ്റെ ഉന്നമനം കൊണ്ട് കൂടുതൽ ഉന്നമനത്തിലേക്ക് എത്താൻ സാധിക്കുമായിരുന്ന ആ സഹോദരങ്ങൾക്കും ഒരുപക്ഷെ വലതും ത്യജിക്കേണ്ടി വന്നിട്ടുണ്ടാകാം എന്ന് കരുതുകയാണ്. കാരണം നമുക്കത് ഊഹിക്കാം. അവർക്ക് പലതും ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ടാകാം ഈ സാഹചര്യങ്ങളിൽ. ഏതായാലും അവരെല്ലാം ഇപ്പോഴും വളരെ നല്ല ഒരു കുടുംബമായി ഇപ്പോഴും ഒന്നിച്ച് കഴിയുകയാണ്. അച്ഛൻ 2005 മരിച്ചു. ഒരു സഹോദരൻ 2-3 വർഷത്തിന് മുമ്പ് പെട്ടെന്നൊരു അപകടത്തിൽ മരണപ്പെട്ടു. ബാക്കി കുടുംബാംഗങ്ങളെല്ലാവരും ഒരുമിച്ച് അടുത്തടുത്തൊക്കെ തന്നെ താമസമാണ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു കുടുംബ പശ്ചാത്തലം. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിലും നേരത്തെ ഇവിടെ എല്ലാവരും സൂചിപ്പിച്ച പോലെ അമ്മ അച്ഛൻ്റെയും നേതൃത്വത്തിൽ മോഹനോടൊപ്പം നിൽക്കുകയും അദ്ദേഹത്തെ 2 തവണ വൃക്ക മാറ്റിവെക്കുന്ന പ്രക്രിയയിൽ എത്തിക്കുകയൊക്കെ ചെയ്തു. ഏതൊരു അമ്മയും പോലെ ആണ് എനിക്കും അതിൽ അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഒരു അമ്മ, ഏതൊരു അമ്മയായാലും മക്കൾക്ക് എന്തെങ്കിലും സഹായിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യും. അതിൽ നമുക്ക് ഒരു പുതുമ എനിക്ക് തോന്നിയില്ല സത്യത്തിൽ. പക്ഷേ ഈ അമ്മയ്ക്ക് ചില പ്രത്യേകതകളാണ് ഞാൻ കണ്ടത്. ആ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, തൻ്റെ വൃക്ക മകന് യോജിക്കുമെന്നുള്ളത് കൊണ്ട് അത് കൊടുത്തു എന്നുള്ളതിന് ഉപരി ഈ സർജറിക്ക് ശേഷം സ്വയം മാത്രമല്ല സർജറിക്ക് വിധേയനായ മകനെയും ജീവിതം ചിട്ടപ്പെടുത്തുന്ന കാര്യത്തിൽ ആ വീട്ടിനകത്തുള്ള കാര്യങ്ങൾ ചിട്ടയായി കൊണ്ടുപോകുന്നു. ഓരോ മക്കളും ബന്ധുക്കളും സ്വന്തം മകൻ്റെ ആവശ്യത്തിന് വേണ്ടി, ജീവിതത്തിൻ്റെ ആരോഗ്യപരമായ മുന്നോട്ട് പോക്കിന് വേണ്ടി ആരൊക്കെ എവിടെയൊക്കെ നിൽക്കണം, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്തുകൂടാ എന്ന് കൃത്യമായി നോക്കി അതെല്ലാം കൈകാര്യം ചെയ്ത വളരെ തീക്ഷണാശാലിയായ, വളരെ യുക്തിയുള്ള, സവിശേഷമായ വിദ്യാഭ്യാസ യോഗ്യതകളൊന്നുമില്ലെങ്കിലും ഇതെല്ലാം ചെയ്ത അമ്മ എന്നതാണ് ഞാൻ ആ അമ്മയിൽ കണ്ട പ്രത്യേകത. അപ്പോൾ ഒരുപക്ഷെ നമുക്കെല്ലാവർക്കും അതിൽ നിന്നൊരു പാഠം പഠിക്കാനുണ്ട്. മോഹനും അതുപോലെ തന്നെ അതേ മാനസിക അവസ്ഥയിലുള്ള ആളാണ്. കാര്യങ്ങളെ യുക്തിപൂർവ്വം ചിന്തിക്കുകയും തികച്ചും ശാസ്ത്ര ബോധത്തോടെ എല്ലാം മനസ്സിലാക്കുകയും വിലയിരുത്തുകയും സൂക്ഷ്മമായി നിരീക്ഷിക്കുകയൊക്കെ ചെയ്യുന്നൊരു പ്രകൃതമാണ് മോഹൻ്റെ. ആ പ്രകൃതത്തിലൂടെയാണ് അദ്ദേഹം ഈ മാറ്റിവെക്കപ്പെട്ട ഒരു അവയവവുമായി ജീവിക്കുന്ന ഒരാൾ എന്തൊക്കെ എങ്ങനെയൊക്കെ ജീവിച്ചു പോകണം എന്നുള്ളത് പാലിച്ചിട്ടുള്ളത്. ഇടയ്ക്ക് വിവാഹത്തെ പറ്റിയൊക്കെ ചില ആലോചനകളൊക്കെ ഉണ്ടായി. ഞാനും അതിലൊരു അഭിപ്രായം പറയാനിടയായി അന്ന്. പക്ഷേ അത് വേണ്ടെന്ന് വെച്ചത് വളരെ ഉചിതമായ ഒരു തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാര്യം അത് ആകാം വേണമെങ്കിൽ, പക്ഷേ അതിന് ഒരുപാട് റിസ്ക്കുകളുണ്ട്. ആ റിസ്ക്കുകൾ എടുക്കുമ്പോൾ തനിക്ക് മാത്രമല്ല തന്നോടൊപ്പം ഇത്രയും കാലം എനിക്ക് വേണ്ടി ജീവിച്ച് പലതും ഉപേക്ഷിച്ച് ത്യജിച്ച് എന്നോടൊപ്പം കൂടി നിന്ന ആളുകൾക്ക് വീണ്ടും ഒരു പ്രശ്നം ഉണ്ടാക്കരുത് എന്ന ഉദാത്തമായ ഒരു ചിന്തയും അവിടെ കാണാൻ കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ പിന്നെ സർവീസിൽ ഈ അടുത്ത കാലത്ത് അധികം ഡെപ്യൂട്ടി ഡയറക്ടറെ വിരമിച്ചു. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും സർക്കാർ സർവീസിൽ ബാക്കിയുള്ളവർ ചെയ്തതുപോലെ ഒരുപക്ഷെ അതിന് ഒരു പടി മുന്നിൽ അദ്ദേഹം നന്നായി പ്രവർത്തിച്ചിട്ടുണ്ട്. അവാർഡുകളൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്, അവാർഡ് ചോദിച്ച് വാങ്ങിക്കുന്നത് മോശമാണ്, അവാർഡിന് അപേക്ഷിക്കുന്നത് ശരിയല്ല, അതുകൊണ്ട് ഞാൻ അപേക്ഷിക്കുന്നില്ല. ഞാനും അത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. കാര്യം നമുക്ക് കിട്ടുമില്ല എന്നുള്ളതല്ല, എന്നെ അവാർഡിനെ പരിഗണിക്കണം എന്ന് പറയുന്നത് എന്തൊരു അപഹാസ്യമായൊരവസ്ഥയാണ്. ആ സിസ്റ്റമൊക്കെ മാറേണ്ടതല്ലേ എന്ന ചിന്തയും അദ്ദേഹത്തിന്. ഒടുവിൽ അപേക്ഷിക്കാതെ അദ്ദേഹത്തിനൊരു അവാർഡ് കിട്ടി, അത് കൈപ്പറ്റുകയും ചെയ്തു. അത് സർവീസിലെ കാര്യം. നാട്ടിലാണെങ്കിൽ എല്ലാ രംഗങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന സ്വഭാവമാണ്. അദ്ദേഹം ഗവൺമെൻറ് UP സ്കൂളിലാണ്, കൂത്താട്ടുകുളം ഗവൺമെൻറ് UP സ്കൂളിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് കൂത്താട്ടുകുളം ഹൈസ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെയൊക്കെ പഠിക്കുമ്പം ഈ പ്രദേശത്തെ കുട്ടികളാണല്ലോ അവിടെ പഠിക്കുന്നത്. സീനിയേഴ്സും ജൂനിയേഴ്സും അധ്യാപകരും ഒക്കെ പ്രദേശത്തുള്ളവരാണ്. അപ്പോൾ അവരുമൊക്കെ ആയിട്ട് വളരെ വലിയൊരു ആത്മബന്ധത്തിൽ ഉണ്ടാവുകയും
അതിലൂടെ ഒരു വലിയ സൗഹൃദ വലയം തന്നെ അദ്ദേഹത്തിന് സ്വായത്തമാക്കാൻ കഴിഞ്ഞിട്ടുമുണ്ട്. പിന്നെ പ്രീ ഡിഗ്രി അദ്ദേഹം ദേവമാതാ കോളേജിലാണ് പഠിച്ചത് 77-79. അതുപോലെ ഡിഗ്രി പാലാ സെൻറ്റ് തോമസ് കോളേജിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞാണ് വെള്ളായണി അഗ്രികൾച്ചർ കോളേജിൽ അഗ്രികൾച്ചർ പഠിക്കുന്നത്. അപ്പം വളരെ വിപുലമായ ഒരു സൗഹൃദ വലയത്തിൻ്റെ ഉടമയും കൂടിയാണ്. പ്രദേശത്ത് അദ്ദേഹത്തിന് ഒരുപാട് ആൾക്കാരുമായി നല്ല ബന്ധമാണ്. അവിടെ നല്ലപോലെ എല്ലാ സാമൂഹ്യ പ്രവർത്തനങ്ങളിലും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അത് പ്രശ്നമില്ലാത്ത രീതിയിൽ എല്ലാം കൈകാര്യം ചെയ്തു പോകുന്നുണ്ട്. കായിക രംഗത്ത് നമ്മുടെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് കാർഷിക യൂണിവേഴ്സിറ്റിയിലെ ഈ 10 കിലോമീറ്റർ നടത്ത മത്സരമുണ്ട്, അതിൻ്റെ ചാമ്പ്യനായിരുന്നു മോഹനൻ. അത്രയും ആരോഗ്യം കായിക ശേഷി ഉണ്ടായിരുന്ന ഒരാൾക്ക് ഇത് വന്നപ്പോൾ, പക്ഷേ അതിനുശേഷം ഇതെല്ലാം സ്വയം ഉള്ളിലൊതുക്കി വായിക്കുകയും പഠിക്കുകയും പാട്ട് പാടുകയും എല്ലാം ചെയ്യുന്ന ഒരാൾ. അപ്പം തികഞ്ഞ ഒരു മനുഷ്യനായി, മനുഷ്യന് വേണ്ടുന്ന എല്ലാ ഗുണങ്ങളും കൂടി അദ്ദേഹം അതെല്ലാം നടത്തിക്കൊണ്ട് പോവുകയുണ്ടായി. അതുപോലെ തന്നെ റിട്ടയർമെൻറ്റിന് ശേഷവും അദ്ദേഹം ഇവിടെ ഈ ജനമൈത്രി പോലീസുമായിട്ട് ചേർന്ന് കൃഷി പരിപാടി നടത്തുന്നുണ്ട്. ഒരു NGO, അവിടുത്തെ ഒരു ഹരിത സമൃദ്ധി എന്ന് പറയുന്ന ഒരു NGO ഒരു ഗ്രൂപ്പ്, അവരുമായിട്ട് കഴിഞ്ഞ 7 വർഷമായി തരിശ് നിലം 7 വർഷമായി ഇപ്പം തുടർച്ചയായി കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയായ മാലിന്യമുക്ത കേരളം, വിജ്ഞാന കേരളം, ഇതിൻ്റെയൊക്കെ റിസോഴ്സ് പേഴ്സണായി പ്രവർത്തിക്കുന്നുണ്ട്. തൃശ്ശൂരിലെ മുളങ്കുന്നത്തുകാവിലെ കില, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ്റെ കോട്ടയം ജില്ലയിലെ പ്രധാന ഒരു RP ആണ്, റിസോഴ്സ് പേഴ്സണാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം ഇതിനോട് ചെയ്തു പോകുന്നു. സ്വയം നിയന്ത്രിക്കുകയും സ്വന്തം പരിമിതികളെ സന്തോഷത്തോടെ വ്യക്തമായ ബോധ്യത്തോടെ പരിഭവമില്ലാതെ പരാതിയില്ലാതെ സ്വീകരിച്ചുകൊണ്ട് സുസ്മേരവദനായി ശാന്തനായി സൗമ്യനായി നമ്മളോടൊപ്പം ഇങ്ങനെ ഒരു കുഴപ്പവുമില്ലാത്ത ഒരാളെന്ന പോലെ ജീവിച്ചു വരുന്ന ശ്രീ മോഹൻ ഒരു മാതൃകയാണ്. മാതൃക എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, ഒരു സമ്പൂർണ്ണ മനുഷ്യൻ ആണ് അദ്ദേഹം. നമുക്കും ഇതുപോലെയുള്ള അവസ്ഥകളിൽ പെടുന്ന മനുഷ്യർക്കും അത് ആ പ്രതിസന്ധികളെ മറികടന്ന് അതിജീവനത്തിൻ്റെ ഒരു വലിയ പ്രകാശനാളമായി കൂടുതൽ കാലം നമ്മളോടൊപ്പം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഒരു അഭ്യർത്ഥനയുണ്ട്, അദ്ദേഹത്തിൻ്റെ ഈ അനുഭവ ചരിത്രം ഒരു പുസ്തകമാക്കി എഴുതണമെന്ന് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അതിലേക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ സഹകരിക്കാം എന്ന് വാഗ്ദാനം നൽകിക്കൊണ്ടും ആ കർത്തവ്യം കൂടെ അദ്ദേഹം അധികം താമസിയാതെ നിർവഹിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും എന്നെ ഈ പരിചയപ്പെടുത്തൽ ക്ഷണിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ടും എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ഈ സെമിനാറും ഈ ആദരിക്കൽ ചടങ്ങും ഉദ്ഘാടനം ചെയ്യുന്നതിനായി ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർമാൻ ശ്രീ തോമസ് പീറ്റർ അവരെ ക്ഷണിക്കുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ഡോക്ടർ G. ബൈജു, ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രാജു ജോൺ, വെളിയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും എൻ്റെ ഉറ്റ സുഹൃത്തുമായ ശ്രീ സജേഷ് ശശി, 35 വർഷം മുമ്പ് തൻ്റെ മകന് തൻ്റെ ഒരു വൃക്ക പകുത്തുകൊടുത്ത ഏറ്റവും ബഹുമാനിയായ അമ്മ ശ്രീ തങ്കമ്മ അമ്മച്ചി മറ്റേക്കാട്ട്, അതുപോലെ തന്നെ അവയവം തൻ്റെ അമ്മയുടെ വൃക്ക സ്വീകരിച്ച് ഇന്നും പൂർവാധികം ശക്തിയോട് തന്നെ പ്രവർത്തിച്ചു വരുന്ന ശ്രീ K. മോഹൻ, റിട്ടയർഡ് കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ, ഇവിടെ വേദിയിലിരിക്കുന്ന ഏറ്റവും ബഹുമാന്യരെ, സദസ്സിലിരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളായ ശ്രീ ടോമി മാങ്കൂട്ടം, ശ്രീ അബ്ദുള്ള ഖാൻ, ശ്രീ കരണൻ, കൃഷി അസിസ്റ്റൻ്റ് ഡയറക്ടറായിരുന്ന ശ്രീ ബോസ് മൂന്നുമാക്കൽ, ഏറ്റവും പ്രിയമുള്ള ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സഹോദരന്മാരെ, 1982-86 ബാച്ചിലെ വെള്ളായലി കാർഷിക കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു കുടുംബ സംഗമവും, അതുപോലെ തന്നെ അവയവദാനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒരു വിശദീകരണം, ട്രെയിനിങ് പ്രോഗ്രാം എന്ന് വേണമെങ്കിൽ പറയാം, ഇതേക്കുറിച്ചൊരു വിവരണങ്ങളും, അതുപോലെ തന്നെ ഓർഗൻ ഡൊണേഷൻ സമ്മതപത്രം സ്വീകരിക്കുന്നതുമായി ഈ മഹനീയ ചടങ്ങിൽ സാക്ഷ്യം നിൽക്കാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങൾ എല്ലാവരും തന്നെ പെൻഷൻ പറ്റി റിട്ടയർ ചെയ്ത ആൾക്കാരാണ്.
വിശ്രമ ജീവിതത്തിലുള്ളവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ഈ സംഗമം ഇന്ന് ഉച്ചയ്ക്ക് ആരംഭിച്ചതാണ്. വളരെ സന്തോഷകരമായി ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, നിങ്ങൾ ഇപ്പോൾ നടത്തുന്ന ഈ മഹനീയമായ കർമ്മം, ഓർഗൻ ഡൊണേഷനെക്കുറിച്ചുള്ള ഒരു വിശദീകരണം, ഒരു ജനങ്ങളിലേക്ക് ഒരവബോധം ഉണർത്തുന്ന ഈ സംഭവം, അതുപോലെ തന്നെ ഓർഗൻ ഡൊണേഷൻ ലഭിച്ചതും നൽകിയതുമായ വ്യക്തികളെ ആദരിക്കുന്നതുമായി ചടങ്ങ് ഇതൊരു വലിയ മഹനീയമായ ചടങ്ങാണ്. ഇത് ജനങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയ ഒരു മെസ്സേജാണ് എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ഇന്ന് നമുക്കറിയാം, അവയവങ്ങൾ ഇല്ലാത്തവരായി വളരെയേറെ ലക്ഷക്കണക്കിന് ആൾക്കാർ നമ്മുടെ രാജ്യത്തുണ്ട്. അവർക്കൊക്കെ നമ്മളിൽ ജീവിച്ചിരിക്കുമ്പോൾ, അല്ലെങ്കിൽ മസ്തിഷ്ക മരണം സംഭവിച്ചിരിക്കുന്ന സമയത്താണെങ്കിൽ പോലും ഈ ഓർഗൻ ഡൊണേഷൻ നാം നൽകിയാൽ ഒരുപക്ഷെ ഒരു വ്യക്തിക്ക് 6 വ്യക്തികൾക്ക് ഒരു ജീവൻ നൽകുവാൻ, അല്ലെങ്കിൽ ഒരു ഉത്തേജനം നൽകുവാൻ സാധിക്കും എന്നതിന് ഞാനും ഒരു അനുഭവസ്ഥനാണ്. എൻ്റെ ഒരു അടുത്ത ബന്ധു, മറ്റാരുമല്ല, എൻ്റെ സഹോദരി ഭർത്താവ് ഏതാണ്ട് 9 വർഷം മുമ്പ് അദ്ദേഹത്തിൻ്റെ 54-ാമത്തെ വയസ്സിൽ പെട്ടെന്നൊരു ഹെമറേജ് ഉണ്ടായി മസ്തിഷ്ക മരണം സംഭവിച്ച സമയത്ത് ഞങ്ങളും ഇതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കിഡ്നികൾ 2 പേർക്കും, അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ 2 പേർക്ക്, ഹൃദയം ഒരാൾക്ക്, ലിവർ അത് മറ്റൊരാൾക്ക് എങ്ങനെയാക്കി ഡൊണേഷൻ ചെയ്തതാണ്. ഇന്നും അവരിൽ ചില ആൾക്കാരൊക്കെ എൻ്റെ സഹോദരിയുടെ അടുത്ത് വന്ന് അവർ ഇന്നും നിറകണ്ണുകളോടെയാണ് സംസാരിക്കുന്നത്. അതൊക്കെ ഞാൻ കാണുമ്പോൾ ഇപ്പോഴും വളരെ സന്തോഷത്തോടെ ഓർക്കുകയാണ്. ഇതുപോലെ തന്നെ നമ്മുടെ ആൾക്കാർക്ക്, നമ്മുടെ നാട്ടിലുള്ള വ്യക്തികൾക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിക്കട്ടെ. അതിനുള്ള എല്ലാവിധ പ്രവർത്തനങ്ങളും എല്ലാവിധ ആശംസകളും ഞാൻ നിങ്ങൾക്ക് നേരുന്നു. അതോടൊപ്പം തന്നെ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, നിങ്ങളെല്ലാവരും കൃഷിയിൽ അതിവിദഗ്ധരാണ്. എല്ലാവർക്കും തന്നെ ഡോക്ടറേറ്റ് ഉണ്ട്. അതുപോലെ തന്നെ കൃഷിയെക്കുറിച്ച് ആധികാരികമായിട്ട് അറിയാവുന്ന വ്യക്തികളാണ്. നമ്മുടെ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം കൃഷി ഇന്ന് ജനങ്ങൾ അതിൽ നിന്നും പതുക്കെ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു കാരണവശാലും കൃഷി എന്നൊരു ലാഭത്തിലേക്ക് കൊണ്ടുപോകാൻ സാധാരണക്കാർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ പഠിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ ട്രെയിനിങ് മറ്റുള്ളവരിലേക്ക് കൂടി പകർന്നു കൊടുക്കുന്നതിന് നിങ്ങളുടെ ഈ സംഘടന, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമം ഉപകരിക്കട്ടെ എന്ന് ഞാൻ ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഈ പ്രോഗ്രാം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ആദ്യമായി ആശംസ അർപ്പിക്കുന്നതിനായി ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രാജു ജോൺ അവരെ ക്ഷണിക്കുന്നു. ഏറ്റവും ആദരണീയനായ ഈ മഹനീയ യോഗത്തിൻ്റെ അധ്യക്ഷൻ, ഏറ്റവും പ്രിയങ്കരനായ മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ, ഏറ്റവും പ്രിയങ്കരനായ വെളിയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജയ് ശശി, മറ്റ് പഴനിപ്പിള്ള, നമ്മുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി കോട്ടയം ജോസ്, സുരേഷ് കുമാർ സാറ്, ആർ ജയദേവ്, ഏറ്റവും പ്രിയങ്കരായ ഇന്നത്തെ നമ്മുടെ വിശിഷ്ടാതിഥികൾ, ശരിക്കും നമ്മുടെ മോഹൻ സാറിൻ്റെ അമ്മ, കൃഷി ഓഫീസിൽ നിന്നും റിട്ടയർഡായിരിക്കുന്ന, കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും മറ്റു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും റിട്ടയർഡായിരിക്കുന്ന ബഹുമാന്യരെ, മോഹൻ സാറിൻ്റെ കുടുംബാംഗങ്ങൾ, മറ്റ് സഹോദരന്മാർ, വളരെയധികം സന്തോഷത്തോടും അതുപോലെ അതിലുപരി അഭിമാനത്തോടും കൂടിയാണ് ഞാനിന്നിവിടെ നിൽക്കുന്നത്. കാരണം കൂത്താട്ടുകുളത്തിൻ്റെ പൊന്ന എന്നറിയപ്പെടുന്നതാണ് ഞങ്ങളുടെ മോഹൻ സാറ്. മോഹൻ സാറിനെ സംബന്ധിച്ചിടത്തോളം എനിക്കൊത്തിരി പറയാനുണ്ടായിരുന്നു, പക്ഷേ സാറത് എല്ലാം വിശദീകരിച്ച് കഴിഞ്ഞു. ഒരു പാടം പൂട്ടുമ്പോൾ അതിന് കുറച്ചെങ്കിലും വിടവുകൾ കാണും. കാള പൂട്ടുമ്പോൾ ആ വിടവെല്ലാം നികത്തിയാണ് സാറ് അത് പ്രതിപാദിച്ചത്. വളരെ സന്തോഷമുണ്ട്. കാരണം മോഹൻ സാറിനെ സംബന്ധിച്ചിടത്തോളം കൂത്താട്ടുകുളത്തിൻ്റെ ഓരോ ഹൃദയമെടുപ്പുകളും മോഹൻ സാർ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. അദ്ദേഹം തൊട്ടിട്ടുള്ള ഓരോ പ്രസ്ഥാനങ്ങളും, ഞാൻ 20 വർഷക്കാലമായി ജനപ്രതിനിധിയായിട്ട് വെളിയന്നൂർ പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും കീഴിൽ പ്രവർത്തിക്കുമ്പോൾ എനിക്ക് ഏറ്റവും അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കുന്നത്, അദ്ദേഹം കൃഷി ഓഫീസറായിരുന്ന കാലഘട്ടത്തിൽ ഒരു കൃഷി ഓഫീസർ എങ്ങനെയായിരിക്കണം, ഒരു കർഷകൻ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നല്ല രീതിയിൽ ക്ലാസ് നയിച്ച് ആ പഞ്ചായത്തിൻ്റെ ഉന്നതിയിലേക്ക് എത്തിക്കുവാൻ ഞങ്ങളുടെ മോഹൻ സാറിന് സാധിച്ചു എന്നുള്ളതിലുള്ള ഒരു അഭിമാനം എനിക്കുണ്ട്. അതിലുപരിയാണ് കുടുംബശ്രീ സംവിധാനം. അദ്ദേഹം കോട്ടയം ജില്ലാ മിഷൻ്റെ ഓഫീസറായിരുന്ന കാലഘട്ടം കുടുംബശ്രീകൾ എങ്ങനെയായിരിക്കണം, ജനകീയാസൂത്രണ പദ്ധതികളിൽ ഏതെല്ലാം പദ്ധതികളാണ് ആവിഷ്കരിക്കേണ്ടത്, അതുപോലെ സ്ത്രീ സമത്വം എങ്ങനെയായിരിക്കണം, സ്ത്രീ ശാക്തീകരണം എങ്ങനെയായിരിക്കണം എന്ന ഓരോരുത്തർക്കും ഓരോ പഞ്ചായത്തിലും ക്ലാസ്സുകൾ നയിച്ചുകൊണ്ട്
ആ കുടുംബത്തിനെ എങ്ങനെ മെച്ചപ്പെടുത്തിയെടുക്കാം, അതിൻ്റെ മക്കളെ എങ്ങനെ വളർത്തിയെടുക്കാം എന്നതിനെക്കുറിച്ചൊരു അവയർനെസ് ക്ലാസ് കൂടി ചെയ്തു കൊടുത്തിട്ടുള്ളൊരു മാന്യ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് മോഹൻ സാർ. അങ്ങനെ ഒട്ടനവധി കൂത്താട്ടുകുളത്തിൻ്റെ റെസിഡൻസ് അസോസിയേഷൻ്റെയും അതുപോലെ സാറ് പഠിച്ച സ്കൂളിൻ്റെ ഓർമ്മച്ചെപ്പ് എന്ന് പറയുന്ന ഒരു പദ്ധതി കൂടി ആവിഷ്കരിച്ചുകൊണ്ട് എല്ലാവരെയും ഒത്തിണക്കിക്കൊണ്ട് പോകുന്ന ഒരു സംവിധാനം. അതാണൊരു ഓഫീസർ എന്ന നിലയിലും ഞങ്ങളൊക്കെ ഒരു ജനനായകൻ എന്ന നിലയിലൊക്കെ കാണുന്നത് അതുപോലെയാണ്. അദ്ദേഹത്തിൻ്റെ അസുഖം 1986 കാലഘട്ടമാണെന്ന് തോന്നുന്നു. ഞാൻ വിശ്വഭാരതി കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഞങ്ങളുടെ പ്രിൻസിപ്പാളായിരുന്ന രാമകൃഷ്ണ സാറ്, ഞാൻ, രാജേന്ദ്രനൊക്കെ ഉണ്ട്. ആ കാലഘട്ടത്തിൽ പറഞ്ഞു, നമ്മളുടെ മോഹൻ സാറിന് എനിക്ക് അത്ര വലിയ പരിചയങ്ങളില്ല, പക്ഷേ ആ കുടുംബം എനിക്കറിയാം. മോഹൻ സാറിന് ഇന്നുപോലെ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. അദ്ദേഹത്തിന് കോട്ടയം മെഡിക്കൽ കോളേജിലാണെന്ന് തോന്നുന്നു ആദ്യം. അതെ, AB പോസിറ്റീവ് രക്തം ഇല്ലേ സാറേ, AB പോസിറ്റീവ് രക്തം ദാനം ചെയ്യാനായിട്ട് എന്നെ അന്ന് വിളിച്ചുകൊണ്ട് പോയി. നല്ല മനസ്സോടുകൂടി ഞാൻ അദ്ദേഹത്തിന് ആ AB പോസിറ്റീവ് ബ്ലഡ് കൊടുത്തു. അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ ഒരു അഭിമാനത്തിൻ്റെ പ്രശ്നം. കാരണം മോഹൻ സാറിൻ്റെ ഒരു ജീവിതം ആ കൂത്താട്ടുകുളത്തിന്, അല്ലെ ആ കുടുംബത്തിന്, അല്ലെ ആ സമൂഹത്തിന് ആവശ്യമാണ് എന്നുള്ളത് ഒരു ചൂണ്ടുപലകയായിട്ടാണ് നമ്മളത് കാണാൻ സാധിച്ചത്. അദ്ദേഹം ഒരു മാതൃകാ കുടുംബത്തിൻ്റെ ഒരാൾ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ അമ്മ ഡൊണേഷൻ ചെയ്തു. ആ പ്രായത്തിലും തന്നെ മോഹൻ സാറിനെ ചിട്ടയിൽപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിത ശൈലികൾക്ക് മാറ്റം വരുത്തക്ക രീതിയിലുള്ള, ജീവിത മാറ്റങ്ങൾ വരുത്തക്ക രീതിയിലുള്ള ആ ശുശ്രൂഷകൾക്കുള്ളിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിനെ പ്രാപ്തനാക്കാനുള്ള ഒരു മനസ്സ്. മോഹൻ സാറ് മൂവാറ്റുപുഴ ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് നിൽക്കുമ്പോഴും ഞാൻ താലൂക്ക് ഓഫീസിലേക്ക് പോകാറുണ്ട് പല കാര്യങ്ങളിലും. അപ്പോഴും അവിടെയുള്ളവരുടെ പ്രിയപ്പെട്ടവനായിരുന്നു നമ്മുടെ മോഹൻ സാറ്. അപ്പോൾ എല്ലാം കൊണ്ടും ഈ ഒരു പരിപാടി വെച്ചിരുന്നത് തീർച്ചയായിട്ടും കേരള ജനതയ്ക്ക് തന്നെ ഒരു വിലമതിക്കാൻ പറ്റാത്ത ഒരു സെമിനാറായിട്ട് ഞാനതിനെ കാണുകയാണ്. കാരണം ഇന്ന് അവയവദാനം കൊടുക്കുക എന്നുള്ളത് ചിലരിലൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. പക്ഷേ അതെന്തുകൊണ്ടാണ് എന്നുള്ളതിനെക്കുറിച്ചൊരു വേണ്ട രീതിയിലുള്ളൊരു അവയർനെസ് പല മേഖലകളിൽ നിന്നും ലഭിക്കുന്നില്ല. ഇപ്പം നമ്മളുടെ ഇന്നിപ്പോൾ ഇവിടെ ഒരു മോഡറേറ്ററായിട്ട് പറഞ്ഞ ആ ഒരു മാഡം പറഞ്ഞത്, നമ്മൾ സ്വർഗത്തിൽ പോകുമ്പോൾ നമ്മളുടെ അവയവങ്ങളെല്ലാം ഇല്ലെങ്കിൽ നമ്മൾക്കവിടെ നീതി ലഭിക്കില്ല എന്ന് പറഞ്ഞതുപോലെ തികച്ചും നമ്മൾ അവയവങ്ങൾ കൊടുത്താൽ നമ്മുടെ സ്വർഗത്തിൽ നമ്മൾക്ക് നീതി ലഭിക്കുമെന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒരു സംരംഭമായിട്ട് ഇന്ന് ഇവിടെ തുടങ്ങിയിരിക്കുകയാണ്. അതിന് നേതൃത്വമായ പങ്കുവഹിക്കാൻ ഞാനും നിങ്ങളോടൊപ്പമുണ്ട്. എൻ്റെ മരണാനന്തരം എനിക്കിൽ നിന്നെടുക്കാവുന്ന ഏതെല്ലാം അവയവങ്ങളാണോ, എനിക്ക് ദൈവം സഹായിച്ച് ഷുഗറും പ്രഷറും മറ്റു കാര്യങ്ങളൊന്നുമില്ല, ഞാനും നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നുള്ള വാഗ്ദാനം തന്നുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി നമുക്ക് ആശംസകൾ അർപ്പിക്കുന്നത് ശ്രീ സജേഷ് ശശി, വെളിയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ യോഗത്തിൻ്റെ അധ്യക്ഷൻ ഡോക്ടർ ജി ബൈജു, യോഗമുദ്ഘാടനം ചെയ്ത ബഹുമാനായ മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, സുദീർഘമായ സംസാരത്തിന് ഞാൻ നിൽക്കുന്നില്ല. നിങ്ങൾക്കേവർക്കും അറിയാവുന്നതുപോലെ ഒരു നാടിൻ്റെ ആകെ ഹൃദയവായ്പകൾ ഏറ്റുവാങ്ങിയ ഒരാളാണ് മോഹൻ സാർ എന്ന കാര്യം എല്ലാവരും ആവർത്തിച്ചിവിടെ സൂചിപ്പിച്ചു. ഞങ്ങളുടെ പഞ്ചായത്തിൽ കൃഷി ഓഫീസറായി നിന്നു. കാർഷിക മേഖലയിൽ ഞങ്ങൾക്ക് കിട്ടിയ എല്ലാ ഉണർവുകളും എല്ലാ മാറ്റങ്ങളുടെയും തുടക്കം കുറിച്ചു. കുടുംബശ്രീ പ്രസ്ഥാനം, കുടുംബശ്രീയുടെ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ആയിരിക്കുമ്പോൾ തൊട്ടടുത്ത നാളിൽ ഞങ്ങളുടെ കൃഷി ഓഫീസർ എന്നുള്ള വലിയ ഒരു സ്നേഹവായ്പ ഞങ്ങളോട് കാണിക്കുകയും ഞങ്ങളുടെ നാടിൻ്റെ ഇന്നുള്ള തികച്ചും ഗ്രാമീണ അന്തരീക്ഷമുള്ള ഒരു നാടാണ്. രമേഷ് സാറിനൊക്കെ അറിയാം, സാർ നിത്യസന്ദർശകനാണ് ഞങ്ങളുടെ നാട്ടിൽ. അപ്പോൾ തികച്ചും ഗ്രാമീണ അന്തരീക്ഷമുള്ളൊരു നാട്, ആ നാടിനെ കേരളത്തിലെ ഏറ്റവും മികച്ച ഒരു ഗ്രാമപഞ്ചായത്തായി മാറ്റിയെടുക്കുന്നതിന് അടിസ്ഥാന ശിലപാകിയതിൽ ഏറ്റവും സുപ്രധാനമായ പങ്ക്, ഏറ്റവും പ്രധാനപ്പെട്ട റോള് മോഹൻ സാറിനാണ് എന്നീ ഘട്ടത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. അവിടുത്തെ ഓരോ പ്രവർത്തനങ്ങളുടെയും അങ്ങനെ ഒരു കയ്യൊപ്പ് ആ ഒരു ഘട്ടത്തിൽ മാത്രമല്ല, ഇപ്പോൾ സർവീസിലിരിക്കുന്നതിനിടയിൽ സഹായിക്കുക എന്നുള്ളത് ആരുടെയും ഉത്തരവാദിത്വമാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ സർവീസിൽ നിന്ന് പോയതിന് ശേഷവും റിട്ടയർഡ് ആയതിനു ശേഷവും ഏത് ഘട്ടത്തിലും ഏതൊരു സഹായത്തിനും ഓടിയെത്താൻ കഴിയുന്ന, എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന, എല്ലാ ബന്ധങ്ങളെയും നല്ല നിലയിൽ നിലനിർത്തുന്ന ഒരാൾ, ആ നിലയിൽ മോഹൻ സാർ നമുക്കെല്ലാവർക്കും ഒരു അനുകരണീയ മാതൃക തന്നെയാണ് എന്നീ ഘട്ടത്തിൽ സൂചിപ്പിക്കുകയാണ്. ഒപ്പം മോഹൻ സാറും അമ്മയും ഇന്ന് കേരളത്തിൽ ഒരു പക്ഷേ അവയവദാന രംഗത്ത് ഒരു ബ്രാൻഡ് അംബാസിഡർമാരായി ഉയർത്തി കാണിക്കാൻ കഴിയുന്ന, വർഷങ്ങൾക്കപ്പുറത്ത് ഏറെ ഭയത്തോടുകൂടി അവയവദാനത്തെ കണ്ടിരുന്നൊരു കാലത്ത്
ആ ധൈര്യത്തോടു കൂടി കടന്നു വന്ന് ഇവരിന്ന് ഏറ്റവും സമൂഹത്തിന് മുമ്പിൽ ഒരു മാതൃകയായി നിൽക്കുന്നു. ആ മാതൃക ഓരോരുത്തർക്കും പ്രചോദനമാവട്ടെ, നാടിന് പ്രചോദനമാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. അടുത്തതായി നമുക്ക് ആശംസകൾ നൽകുന്നതിനായി നമ്മളുടെ പ്രിയപ്പെട്ട ഗുരുനാഥൻ എസ് പഴനിയാപ്പിള്ള സാറിനെ ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ ബൈജു, ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത പാല മുനിസിപ്പൽ ചെയർമാൻ ശ്രീ തോമസ് പീറ്റർ അവർകൾ, ആശംസറിയിച്ച ശ്രീ രാജു ജോൺ, സുരേഷ് ശശി, ഈ വേദിയിലിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളായ മിസ്റ്റർ മോഹനും മോഹൻ്റെ പ്രിയപ്പെട്ട അമ്മയും, സദസ്സിലിരിക്കുന്ന ആരെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നിവൃത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ കാർഷിക കോളേജിൽ ഒരുമിച്ച് ജീവിച്ചു എന്ന് പറയാം. ആ ഒരു ജനറേഷനാണ് ഈ സദസ്സിലിരിക്കുന്ന കൂടുതൽ ആൾക്കാരും. പിന്നെ അല്ലാതെ വന്നിരിക്കുന്ന ഗസ്റ്റ്, ഞാൻ പ്രസംഗത്തിൽ എനിക്ക് പരിമിതി കൊണ്ട്, കാരണം വെച്ചാൽ എൻ്റെ മേഖല പ്യുവർലി ഓൺ പ്രാക്ടിക്കൽ സൈഡാണ്. മിനിമം ടോക്ക് മാക്സിമം പെർഫോമൻസ് എന്നുള്ളതാണ്. മിനിമം ടോക്കിൽ തന്നെ വളർന്ന അറ്റ്മോസ്ഫിയറിൽ വന്നുകൊണ്ട് ഇപ്പം ബഹുമാനപ്പെട്ട ഇതിനു മുമ്പ് സംസാരിച്ചവരൊക്കെ രാഷ്ട്രീയത്തിലുള്ളവർക്ക് അവർക്കൊരു ഫ്ലുവൻസി ഉണ്ട്. ഓരോ വാക്കുകളും കണ്ടിന്യൂസ് വരും. നമ്മളെ സംബന്ധിച്ചുള്ള അതിന് പരിമിതി, എന്നെ സംബന്ധിച്ചോളം അതിന് പരിമിതിയുണ്ട്. പക്ഷേ ഞാൻ ഏറ്റവും സന്തോഷിക്കുന്നത് ഈ അവസരത്തിൽ പങ്കെടുക്കാം എന്ന് ഞാൻ പറഞ്ഞത് എൻ്റെ അടുത്തുള്ള മിസ്റ്റർ ശശി, ഞങ്ങളുടെ ബാച്ച്മേറ്റുള്ള മിസ്റ്റർ ശശി, രാവിലെ നടക്കാൻ പോകുമ്പം സാധാരണ എൻ്റെ വീട്ടിൽ വലിയ പതിവുള്ളതാണ്. അവിടെ വന്ന് എന്നോട് ആവശ്യപ്പെട്ടു, ഇങ്ങനെ ഒരു ഫംഗ്ഷനുണ്ട്, അതിന് വരണമെന്ന് ആവശ്യം. എനിക്ക് വളരെ സന്തോഷം. കാരണം വെച്ചാൽ എൻ്റെ പാസ്റ്റ് ജനറേഷൻ, എൻ്റെ തന്നെയായ മക്കളെന്ന് ഞാൻ പറയുന്നു, നിങ്ങളെല്ലാം ഒരുമിച്ച് കാണാനുള്ള ഒരു അവസരം കിട്ടുമല്ലോ എന്ന് വെച്ചുകൊണ്ടാണ് ഞാൻ ഈ ചടങ്ങിന് വരാമെന്ന് സമ്മതിച്ചതും വന്നിരിക്കുന്നതും. അതിലേറ്റവും സന്തോഷം, സാധാരണ ഒരു ഗെറ്റ് ടുഗദർ പോലെ ആയിരുന്നില്ല ഇന്നത്തെ ഈ ചടങ്ങ്. നമ്മൾ ആദരിക്കുകയാണ്. ആദരിക്കുന്ന ആര്? മിസ്റ്റർ മോഹൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട അമ്മയെ. ഒരു ജീവിതത്തിൽ ഒരാൾക്ക് ചെയ്യാവുന്നതിൽ ഏറ്റവും വലിയ ഒരു സംഭാവനയാണ് മകന് കൊടുത്തത് മാത്രമല്ല, ഈ സൊസൈറ്റിക്ക് തന്നിരിക്കുന്നത് ഒരു എക്സാമ്പിളായിട്ട്. ജീവിതത്തിൽ ആർക്ക് ഒരു പേരൻ്റിൽ മറ്റൊരാൾക്ക്, ഒരു സൊസൈറ്റിക്ക് അല്ലെങ്കിൽ സ്വന്തം ആൾക്കാർക്ക് കൊടുക്കാൻ സാധിക്കും എന്നുള്ളതിനൊരു തെളിവ് തന്നതിന് തീർച്ചയായിട്ടും ഞാൻ അമ്മയെ ആദരപൂർവ്വം അഭിനന്ദിക്കുന്നു. നമ്മളെല്ലാവരും ജീവിതത്തിൽ പല പല മേഖലയിൽ കടന്നുപോയ ആൾക്കാരാണ്. പ്ലസ് ആൻഡ് മൈനസ് പോയിൻറ്റ്സ്. ഞങ്ങൾ കോളേജിൽ വർക്ക് ചെയ്യുമ്പോൾ അറിയാം, ഞങ്ങളുടെ കോളേജിൻ്റെ പ്രോഡക്റ്റ് ഇറ്റ്സ് നോട്ട് മിയർ എ ഗ്രാജുവേറ്റ്, ഇറ്റ്സ് എ റിയൽ പ്രോഡക്റ്റ് എന്ന് പറയും. അതുതന്നെ മിസ്റ്റർ ബാജു കോട്ട് ചെയ്തു. എത്രമാത്രം ഈ മേഖലയിൽ ഉയർന്ന നിലയിലെത്തി, നോട്ട് ഓൺലി അക്കാഡമിക്, അഡ്മിനിസ്ട്രേറ്റർ മാത്രമല്ല, കാർഷിക മേഖലയിൽ എന്തെല്ലാം സംഭാവന ചെയ്യാൻ സാധിച്ചു. അല്ലെന്നുണ്ടെങ്കിൽ മാനേജ്മെൻറ്റ് ഏരിയ, സോ മെനി ആർ ഇൻ ദ ബാങ്ക്. ഒരുപക്ഷെ ജസ്റ്റ് തമാശ പറഞ്ഞ പോലെ അന്ന് ബാങ്കിലേക്ക് കംപ്ലീറ്റ് ബോയ്സ് ആൾക്കാർ, പുരുഷ സ്റ്റുഡൻസ് കംപ്ലീറ്റ് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വനിതകൾ മാത്രമായിട്ട് MSc വരുന്ന കുറേ ആൾക്കാരായിരുന്നു. അതായത് ഞങ്ങളുടെ കോളേജിൽ മെജോറിറ്റി വിമൻ സെക്ഷനായി ഒരു കാലത്ത്. വെച്ചാൽ മെൻ എല്ലാവരും തന്നെ ബാങ്കിലേക്കും മറ്റ് മേഖലയിലേക്ക് പോയപ്പോൾ ഞങ്ങളുടെ കോളേജിൻ്റെ മാനേജ്മെൻറ്റ് ഒരു ഡിഫറൻസ് വന്നു. ഓഫ് കോഴ്സ് ജസ്റ്റ് റെഫർ ദാറ്റ് വൺ, അത് മാത്രം പറഞ്ഞെന്നുള്ളൂ. ഇത്രമാത്രം ഈ മേഖലയ്ക്ക് ഒരു പ്രോഡക്റ്റായിട്ട്, ജസ്റ്റ് കോട്ട് ആൻ എക്സാമ്പിൾ. ബിക്കോസ് ഞാൻ പഠിച്ചെടുത്ത് നിങ്ങളുടെ IRA പോലെ മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ്റെ കോളേജ് ഗോളിയറിൽ ചെയർമാൻ വാസ് ജനറൽ കരിയപ്പ. അദ്ദേഹം പറയുമായിരുന്നു, I don't want a mere graduate from this college. I want real products and excellence. കാർഷിക കോളേജ് ഒരുപക്ഷെ അത് സാധിച്ചെടുത്തു. അത്രമാത്രം അഡ്മിനിസ്ട്രേറ്റീവ് മറ്റ് മേഖലയിലും ഏബിളായ, കരുത്ത് കാണിച്ച ഒരു പ്രൊഡക്റ്റിനെ ഞങ്ങൾക്ക് വാർത്തെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ആ കോളേജിനെ സംബന്ധിച്ചുള്ള ഏറ്റവും അഭിമാനിക്കുന്ന ഒരു സംഗതി. ഞങ്ങൾ അഭിനന്ദിക്കുന്നു. നിങ്ങൾക്ക് ഓഫ് കോഴ്സ് ഇപ്പോൾ എല്ലാവരും സർവീസിലുണ്ടോ എന്നറിയില്ല.
ചുരുക്കം പേര് മാത്രമേ ഇപ്പം സർവീസുള്ളൂ, ബാക്കിയുള്ളവർ റിട്ടയർ ചെയ്തു. ഏറ്റവും നല്ല ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. പിന്നെ ഒരു ജസ്റ്റ് ഞാൻ കാർഷിക കോളേജ് ജോലിയായിരുന്നു. ഞാൻ ഇവിടെ പാലായിൽ ജനിച്ചു വന്ന വ്യക്തിയാണ്. വെള്ളാപ്പാടം എന്ന് പറയുന്ന മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്താണ് ഞാൻ ജനിച്ചതും. സെൻറ്റ് തോമസ് പ്രൈമറി സ്കൂളിലും ഹൈസ്കൂളിലും പാലാ സെൻറ്റ് തോമസ് സ്കൂളിൽ വിദ്യാർത്ഥിയായിരുന്നു. അതിനുശേഷം ഓഫ് കോഴ്സ് ഞാൻ സ്ഥലം മാറിപ്പോയി. പിന്നെ വെള്ളായണി കാർഷിക കോളേജ് വന്നുകൊണ്ട് പാലമായിട്ടുള്ള ബന്ധം കുറച്ച് പരിധി. പക്ഷേ കായിക മേഖലയിൽ ഈ സ്റ്റേഡിയം ഇരിക്കുന്ന ഇതെല്ലാം ഞങ്ങൾ കൂടെ ഉണ്ടാക്കിയതെന്നാണ്. അങ്ങനെ എനിക്ക് എൻ്റെ നാട്ടിലേക്ക് തിരിച്ചു വരാനുള്ള ഒരവസരം കൂടെ തന്ന ഇതിൻ്റെ ഓർഗനൈസേഴ്സിനെ ആത്മാർത്ഥമായി നന്ദി പറഞ്ഞുകൊണ്ട് നിന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ആശംസകൾ പറയാൻ നമ്മൾ തീരുമാനിച്ചിരുന്ന ശ്രീ ജോസ്, ശ്രീ രവികൃഷ്ണൻ, ശ്രീ സജി ജോൺ, ശ്രീ പ്രേംജിത്ത് ലാൽ, ഡോക്ടർ മിനി, ഡോക്ടർ എസ് യു സഞ്ജീവ് എന്നിവരുടെ എല്ലാ ആശംസ ഒറ്റ വാക്കിൽ ഞാൻ തന്നെ അറിയിക്കുകയാണ്. അടുത്തതായി സമയക്കുറവുണ്ട്, നമുക്ക് രണ്ടുപേരെ ഒഴിവാക്കാൻ പറ്റത്തില്ല. റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രതിനിധിയായ ശ്രീ സുരേഷ് കുമാർ 2 വാക്ക് പറയുന്നതിനായി ക്ഷണിക്കുന്നു.